നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. സുന്ദരേശന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഇപ്പൊ സമയം 9:31. വില്ലേജ് ഓഫീസ് തുറക്കുന്നത് 10 മണിക്കാണ്. 10 മണി കഴിയുമ്പോൾ ഓഫീസിലേക്ക് വന്നാൽ സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കാം. എന്തായാലും 9:31 വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്ക് വന്നാൽ വരുമാന സർട്ടിഫിക്കറ്റ് പോയിട്ട് ഒരു കട്ടൻ ചായ പോലും കിട്ടില്ല. അതല്ല സാറേ, ഇന്ന് ഞാൻ ഇത്തിരി തിരക്കാണ്. സർട്ടിഫിക്കറ്റ് ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞു സുന്ദരേശന്റെ കയ്യിൽ നിന്ന് ഒരു കൊച്ചു ഫീസ് ഞാൻ വാങ്ങിപ്പോയി. ഇനിയിപ്പോ സുന്ദരേശനോട് വില്ലേജ് ഓഫീസിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോളാൻ പറയാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ മറ്റേ ശിവൻകുട്ടി ഒന്ന് പറഞ്ഞു വിടാം. സാർ ഒന്ന് ശിവൻകുട്ടിയുടെ കയ്യിൽ കൊടുത്തേക്കോ. ഉത്തമന് ഇന്നെന്താ തിരക്ക്? അത് പിന്നെ ഇന്ന് എനിക്കറിയാം. ഇന്ന് നവംബർ 1. എല്ലാ മാസവും 1-ാം തീയതി നമ്മുടെ നാട്ടിലെ ബാറുകളും ബ്രാൻഡ് കടകളും അടച്ചിടും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ വൃത്തികെട്ട കുടിയന്മാർക്ക് കുടിക്കാനുള്ള മദ്യം സ്കൂട്ടറിൽ കൊണ്ടുപോയി കൊടുത്ത് അതിന്റെ കമ്മീഷൻ വാങ്ങുന്നതാണല്ലോ ഉത്തമന്റെ പരിപാടി. അത് പിന്നെ ഒരു പരസഹായമല്ലേ സാറേ ഈ വാക്കുകൾ? ഒരു പരസഹായമല്ല. ഉത്തമൻ ചെയ്യുന്നത് അങ്ങേയറ്റം നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. സർക്കാർ എന്തുകൊണ്ടാണ് 1-ാം തീയതി മദ്യം വിൽക്കാത്തത് എന്ന് ഉത്തമൻ അറിയാമോ? അതിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമുണ്ട്. 1-ാം തീയതി നമ്മുടെ നാട്ടിലെ ശമ്പള ദിവസമാണ്. ശമ്പള ദിവസം കിട്ടുന്ന പണം മുഴുവൻ കൊടുത്ത് കള്ളു വാങ്ങി കുടിക്കാതിരിക്കാനാണ് സർക്കാർ ഈ മുൻകരുതലെടുത്തത്. മനസ്സിലായോ? എന്താ ശരിക്കും? അപ്പൊ അതാണ് കാര്യം. ശമ്പളം കിട്ടുന്ന പൈസ കൊണ്ട് ആളുകൾ കള്ളു കുടിക്കുമോ എന്ന് പേടിച്ച് ശമ്പളം കൊടുക്കുന്ന ദിവസം സർക്കാർ മദ്യം വിൽക്കാതിരിക്കുക. കൊള്ളാം കൊള്ളാം സാറേ. 1-ാം തീയതി കിട്ടുന്ന ശമ്പളം കൊണ്ട് 2-ാം തീയതി കുടിക്കുന്നതിന് സർക്കാരിന് എതിർപ്പില്ല. 1-ാം തീയതി കിട്ടുന്ന പണം കൊണ്ട് 1-ാം തീയതി തന്നെ കുടിക്കരുത്. അത്രേ ഉള്ളൂ സംഭവം. അത് പോട്ട്. നമ്മുടെ സർക്കാർ ആർക്കാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിനാണ് 1-ാം തീയതി തന്നെ കൃത്യമായി ശമ്പളം കൊടുക്കുന്നത്? സാറേ, ശമ്പളം കിട്ടുമ്പോൾ 4-ാം തീയതിയോ 5-ാം തീയതിയോ ഒക്കെ ആവും. അന്ന് ഈ കള്ള് കിട്ടുകയും ചെയ്യും. ഈ 1-ാം തീയതി പരിപാടി കൊണ്ട് എന്താണ് ഗുണം? അയ്യോ, ഗുണം ഇല്ലാന്ന് പറയാൻ പറ്റൂല. എന്നെ പോലുള്ള ഒരു 10 രൂപ ഉണ്ടാക്കുന്ന ഇന്നത്തെ ദിവസങ്ങളിലാണല്ലോ. അപ്പോ സുന്ദരേശന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടിയ കണക്കാണ്. ഉത്തമം പോയിട്ട് ഒരു 3 മാസം കഴിഞ്ഞു വാ. അഹങ്കാരി. സാറേ 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 ഞാൻ നേരത്തെ പറഞ്ഞ് തിരിച്ചെടുത്ത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സുന്ദരേശന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടിയേ പറ്റൂ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഉത്തമൻ അറിയാമോ? ഇന്ന് 1-ാം തീയതി വെറുമൊന്നല്ല, നവംബർ 1-ാം തീയതി. നവംബർ 1-ാം തീയതിയുടെ പ്രത്യേകത എന്താണ്? അതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഈ മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ വരികൾ കേട്ടിട്ടുണ്ടോ? ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. മനസ്സിലായോ? കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിപ്പോ 2 അടിച്ചാ ചോര തിളയ്ക്കുമല്ലോ. പിന്നെ സാറാണെങ്കിൽ അടിക്കുകയില്ലല്ലോ. ആ തിളപ്പല്ല ഞാൻ പറഞ്ഞത്. പിന്നെ കേരളീയനായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളണം. ഇന്ന് കേരളം ഉണ്ടായിട്ട് 57 വർഷം തികയുന്ന ഒരു ദിവസമാണ്. അതുപോലും അറിയാതെ രാവിലെ വരുമാന സർട്ടിഫിക്കറ്റ് പഠിക്കാൻ ഇറങ്ങിയിരിക്കുക. സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ട്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് വള്ളത്തോൾ നാരായണമേനോനാണ് പിടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഉത്തമൻ എന്ത് പറഞ്ഞാലും ആ പിടി സാറ് വിടില്ല. ഇവള് ഇന്ന് കേരളപ്പിറവിയെ പറ്റി ബാർ അസോസിയേഷനിൽ പ്രസംഗിക്കാൻ പോവുകയാണ്. ആ പ്രസംഗം ഇംഗ്ലീഷിൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അതിനാണ് അവൾ വള്ളത്തോൾ നാരായണമേനോനെ പരിഹസിക്കുന്നത്. ഉത്തമന് ആംഗലേയ ഭാഷയെ പറ്റി എന്താണ് അഭിപ്രായം? എന്താ സാറേ? ഇംഗ്ലീഷിനെ പറ്റി എന്താണ് അഭിപ്രായം? അതിപ്പോ എനിക്ക് കാര്യമായിട്ട് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാ സാറേ. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ്. ഉത്തമൻ ഏത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? 10-ാം ക്ലാസ്. ഇംഗ്ലീഷിൽ എത്ര അക്ഷരമുണ്ട് എന്ന് ഉത്തമൻ അറിയാമോ? അതൊക്കെ എനിക്കറിയാം. 26 അക്ഷരം. മലയാളത്തിലോ? മലയാളത്തില് എന്ന് അറിയില്ല. അറിയാക്കിയില്ലേ?
അങ്ങനെ പെട്ടെന്നൊക്കെ ചോദിച്ചാ അത് തന്നെ. ഇംഗ്ലീഷിൽ എത്ര അക്ഷരമുണ്ടെന്ന് എത്ര പെട്ടെന്ന് ചോദിച്ചാലും നിങ്ങൾ 26 പറയുമല്ലോ. ഉത്തമ, ഉത്തമന് ഇംഗ്ലീഷ് അറിയില്ല. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ 26 അക്ഷരമുണ്ട് എന്നറിയാം. അത് ഏതൊക്കെയാണെന്നും അറിയാം. ഉത്തമൻ ജനിച്ച കാലം മുതൽ കേൾക്കുന്നതും പറയുന്നതും മലയാളമാണ്. എഴുതുന്നതും വായിക്കുന്നതും മലയാളമാണ്. പക്ഷേ മലയാളത്തിൽ എത്ര അക്ഷരമുണ്ടെന്ന് ചോദിച്ചാൽ കയ്യിലെണ്ണിക്കൂട്ടണം. സ്വന്തം മാതൃഭാഷയിൽ എത്ര അക്ഷരമുണ്ടെന്നറിയാത്ത ഒരു സമൂഹം മലയാളി അല്ലാതെ ലോകത്തൊരിടത്തും വേറെ ആരും കാണില്ല. 51 അക്ഷരാളി കലിത തനിലതേ വേദമാകുന്ന ശാഖി കൊമ്പത്തമ്പോട് പൂക്കും കുസുമതതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൽ താർബാണ ഡംബ പ്രക്ഷമന സുഹൃദോദാന്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തെ കൈതൊഴുന്നേൻ കഴലിന വലയാദീശ്വരി വിശ്വനാഥേ. ഭാഷാ നൈഷധം മഴമംഗലത്തിന്റെ ഭാഷാ നൈഷധം ചമ്പു 51 അക്ഷരമുള്ള മലയാള ഭാഷയെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയത്. മനസ്സിലായോ? മനസ്സിലായോ? ആരോട് പറയാൻ? അമ്പത്തൊന്ന് അക്ഷരം തന്നെ വക്കീലേ ആയിരിക്കും. സുന്ദരേശന്റെ വരുമാന സർട്ടിഫിക്കറ്റ്, സുന്ദരേശന്റെ വരുമാന സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും ഞാൻ നോക്കട്ടെ. ഇനുണ്ട്. എന്ത് പാടാച്ച്.